ഹായ്! ഇന്നൊരു ഹെൽത്തി ഡിഷാണ് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇതൊരു ഹൈ പ്രോട്ടീൻ ഉള്ള ഒരു ഫുഡ് ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇത് ഷുഗർ കൺട്രോൾ ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറുപയറ്റിൻ പരിപ്പില്ലേ, അത് ഇതുപോലുള്ളൊരു കൈലിയിൽ 2 സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് കുതിർക്കാനായിട്ട് വെക്കാം. വെള്ളം ഒഴിച്ചിട്ട് കുതിർത്തി എടുക്കണം. ഓക്കെ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് സവോള ചോപ്പ് ചെയ്തത്, ഇഞ്ചി, പച്ചമുളക്, ക്യാരറ്റ്, തക്കാളി, പിന്നെ മല്ലിയില. ഓക്കെ. ഇനി ഇഞ്ചി പച്ചമുളക് നമുക്കതിലിട്ട് അരയ്ക്കാനായിട്ടുള്ളതാണ് കേട്ടോ. അപ്പം നമ്മുടെ ചെറുപയറ്റും പരിപ്പ് നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അപ്പോൾ നോക്കൂ, പെട്ടെന്ന് തന്നെ ഇത് കുതിർന്ന് കിട്ടും കേട്ടോ. അധികം സമയമൊന്നും വേണ്ട ഇത് കുതിരാനായിട്ട്. ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിതിൽ ഇഞ്ചിയും കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതെന്ന് വെച്ചാൽ 2 ദോശയുടെ ഒരു അളവാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് ജീരകമാണ് ഞാൻ ഇടുന്നത്. ജീരകം നിങ്ങൾക്ക് അരയ്ക്കണ്ട എന്നുണ്ടെങ്കിൽ അരച്ച് കഴിഞ്ഞ് അതിലിട്ടാലും മതി. ഓക്കെ. ഓക്കെ. അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. കാരണം ഇതിന് കുതിരാൻ അധികം സമയമൊന്നും വേണ്ട. ഇനി നമുക്ക് ആ മിക്സറിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ നല്ല വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഇനി വേണ്ടവർക്ക് ബട്ടർ യൂസ് ചെയ്യാം. അങ്ങനെ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇനി ഓയിലില്ലാതെ ചുടാനും കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ ദോശ പോലെ നന്നായിട്ട് പരത്തിയെടുക്കാം. അതിന് ശേഷം നമ്മളുടെ വെജിറ്റബിൾസ് എല്ലാം ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. കുറച്ച് ക്യാരറ്റ്, കുറച്ച് മല്ലിയില, പിന്നെന്താ നമ്മുടെ ടൊമാറ്റോ, ക്യാരറ്റ് നമ്മൾ ആദ്യം ഇട്ടു, ടൊമാറ്റോ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി വേണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ ബട്ടർ ഒന്ന് ഗ്രേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ചീസോ, അതൊക്കെ കുറച്ച് ഫാറ്റാണ്. അത് വേണ്ടാത്തവർക്ക് ഇങ്ങനെ കഴിച്ചാലും മതി. ഷുഗറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. ഇത് എന്ന് വെച്ചാൽ വളരെ ഹൈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ഫുഡാണ്. വളരെ ഹെൽത്തിയാണ്. പിന്നെ ഇത് ഷുഗർ ഉള്ളവർക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ കുട്ടികൾക്കും കൊടുക്കണതിന് കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.